ബസേലിയോസ് ചാപ്പലിൻ്റെ അനുഗ്രഹീത വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ബിനോച്ചൻ, ഒപ്പം തന്നെ സെമിനാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട മകൻ അലക്സ്. ഇവിടെ ഇപ്പോൾ സ്വീകരണം പ്രിയപ്പെട്ട ബേസിൽ നൽകി ഇവിടെ ഈ വേദിയിലേക്ക് ആനയിച്ചിരിക്കുകയാണ്. ഇനിയുള്ളത് മധുരമപ്പിൻ്റെ ചടങ്ങുകളാണ്. വന്ന ഐസക്കച്ചൻ ഇപ്പോൾ ഇന്നത്തെ ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കും. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. അമ്മ ഇപ്പോൾ മണവാളിനെ എതിരേക്കുന്ന ചടങ്ങാണ് ഇവിടെ ആദ്യമായി നടക്കാൻ പോകുന്നത്. वजह से खान मजकूर दिल में रुख साथ म्यान बार जानो वजह से खान मजकूर दिल में रुख साथ म्यान बार जानो वजह से खान मजकूर. ഇവരുടെ കുടുംബജീവിതം മധുരസ്മരണയോടുകൂടി ആയിരിക്കാൻ സർവേശ്വരൻ എല്ലാ ഭാഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിന് ബഹുമാനപ്പെട്ട ടിങ്കോളച്ചൻ മധുരം പാടി നമ്മെ ഏൽപ്പിക്കുന്നു. चलना सिखाया था ना दहलीज ऊंची है ये पार करा दे बाबा मैं तेरी मलिका टुकड़ा हूँ तेरे दिल का एक बार दहलीज पार करा दे दिल बरो मुड़ के ना देखो दिल बरो मुड़ के ना देखो दिल बरो मुड़ के ना देखो दिल बरो. ആകാശഭൂമി നിന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം. ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കന്യയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. പാപം ചെയ്തു നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു നീതി എനിക്ക് ഇവിടെ ന്യായത്തിലേക്ക് ചെയ്യുവാനായിട്ട് നാലെണ്ണയാറ്റി ഞാൻ ഉത്ഭവിച്ചു. പാവങ്ങൾ എന്റെ മാതാവ് എന്നെ കൃപ തരികയും ചെയ്തു. ഞാനതിനെ അറിയിച്ചു. എന്റെ സ്വഭാവം മേൽ കളിക്കണമേ. ഞാനൊരു ഭാഗപ്പെടുന്നതിനാൽ എന്നെ ഉണ്മയാക്കണമേ. ഉറച്ചതിനേക്കാൾ ഞാൻ ഉണ്മയാ. എന്റെ സന്തോഷങ്ങളെ തൃപ്തിയാക്കണമേ. എന്റെ സന്തോഷം എന്റെ ഭാവം തിരുമൊന്നിരിച്ചു എന്റെ ഒക്കെ മായിച്ചു കളയണമേ. സൃഷ്ടിക്കണമേ. എന്റെ ആത്മാവിനെ ഉള്ളിൽ പ്രതാക്കണമേ.
നിന്റെ തിരുവമ്പിൽ നന്മകളെഴുതി നിന്റെ പരിശുദ്ധ റൂഹായി നിന്നെടുക്കുകയും വരുതേ. നിന്റെ അന്തരീക്ഷം കേളിച്ചിട്ട് മഹത്തുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാണമേ. അപ്പോൾ അതൊക്കെ മക്കാറ് ഞാൻ നിന്റെ വഴി പഠിപ്പിക്കും ഭാവിയിലെങ്കിലേക്ക് തിരികെയും ചെയ്യാം. രക്ഷിതയുമായ ദൈവമേ, രക്തവാദത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ നാവിന് നീതിയെ സ്തുതിക്കും കർത്താവേ. എന്റെ അതിരങ്ങളിലേക്ക് തുറക്കണമേ. എന്റെ വായതിന്റെ സ്തുതികളെ പാടുന്ന നാവിലെയാണ് ഇഷ്ടപ്പെട്ടില്ല. ഓമല നിരപ്പായതുകൊണ്ട് ദൈവത്തിന്റെ വലിയതായെന്നുള്ള ആത്മാവും ദൈവം നോക്കി വെറുതെ നിരസിക്കുന്നില്ല. ചെയ്യണമേ. ഒരു സ്നേഹം അതിരകളെ പണിയണമേ. അപ്പോൾ നിധികളിലും ഹോമകളിൽ നിന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ വെളിപ്പെടുത്തുന്നേക്കാളുകളിലേക്ക് കയറും. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. കർത്താവിനെ ഞാൻ വിളിച്ചല്ലോ എന്നോട് ചിലവള്ളി ചെയ്യണമേ. എന്റെ വചനങ്ങളെ സൂക്ഷിച്ച് കേട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന എന്റെ ഭാഗവും പോലെയും എന്റെ കൈകളിൽ നിന്നുള്ള കാഴ്ച സന്ധ്യയുടെ വഴിപാട് പോലെ ഇരിക്കുമാറാകണമേ. എന്റെ കൃതി ഒരു ദുഷ്കാര്യത്തിന് ശായാതെയും ഞാൻ അന്യായ പ്രവൃത്തി ചെയ്യാതിരിക്കത്തക്കവണ്ണം എന്റെ വായിക്ക് കാവൽക്കാരനെയും എന്റെ അതിനങ്ങൾക്കൊരു സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടെ ഞാൻ ചീരമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയ്ക്ക് ഒഴിവാകാതിരിക്കട്ടെ. എന്തെന്നാ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷത്തെ കുറിച്ചാകുന്നു. അരുവിതീർത്താക്കപ്പാറുടെ മുന്നേ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. കൊഴുവ് ഭൂമിയെ പിളർക്കുന്നത് പോലെ ശവക്കുഴുവായി കരികെ അവരുടെ അസ്ഥകൾ ചിതറപ്പെട്ടു. കർത്താവേ, ഞാൻ എന്റെ കണ്ണുകൾ നിന്റെ അടുക്കിലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കെണികൾ മറിച്ചില്ല. പ്രശംസക്കാരായി എന്നെ കാത്തുകൊള്ളണമേ. കർത്താവേ, ജീവിച്ചിരിക്കുന്ന ദേശത്ത് എന്റെ ആശ്രയം എന്റെ ഓഹരി നീയാകുന്നെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്റെ അപേക്ഷയെ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നെ ബലവാന്മാരായതുകൊണ്ട് അവർ നിന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉത്തരം അരുളി ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് ഒഴുക്കം, എന്റെ ഊടുവഴികൾക്ക് പ്രകാശമാകുന്നു. നിന്റെ നീതികൾ ഇത് കാത്തിരിപ്പാനായിട്ട് ഞാൻ നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവേ, നിന്റെ വചനപ്രകാരനെ ജയിപ്പിക്കണമേ. കർത്താവിന്റെ വായിലെ വചനങ്ങളെ നീ ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങളിൽ നിന്ന് തന്നെ പഠിപ്പിക്കണമേ. എന്റെ ദേഹിയിലായപ്പോഴും നിന്റെ കൈകളിരിക്കുന്നു. നിന്റെ വേദപ്രമാണത്തെ ഞാൻ മറന്നില്ല. പാപികൾ എനിക്കായിട്ട് കെണികളെ വെച്ചു, എന്നാൽ ഞാൻ നിന്റെ കൽപ്പനകളിൽ നിന്ന് മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി നീക്ക് അവകാശമായി സ്വീകരിച്ചു. കർത്താവേ, കരുണയോടെ നിന്റെ ചെയ്യാഴ്ചയുടെ പ്രാർത്ഥനയായിട്ട് ഞങ്ങളോട് ഒത്തുള്ള ചെയ്ത് ഞങ്ങളുടെ സുരക്ഷയും പ്രാർത്ഥനയോടെ എനിക്ക് ഇഷ്ടമുണ്ടാക്കി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ സ്നേഹിലെ സുരനിർഗം പോലെ ആസ്വാദമായി ഭവിക്കണമേ. സുഗന്ധവർഗം പോലെ അതിന്റെ സ്നേഹിലേക്ക് ഉയരുമാറാകണമേ. സുഗന്ധവർഗങ്ങളുടെ പുക നിനക്ക് ഇഷ്ടമായിരിക്കുന്നത് പോലെ ഞങ്ങളുടെ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളും അപേക്ഷകളിലും സ്തോത്രങ്ങളിലും ഇഷ്ടപ്പെട്ട് ഞങ്ങളെ അയോഗ്യതകളെ ഓർക്കാതെയും അവയെ കൈക്കൊള്ളുകയും ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യണമേ. ബാറയ്ക്കുമോ മാതാവേ, എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വന്നുകൂടുന്ന ഉപദ്രവങ്ങളെയും ഈ ലോകസമുദ്രത്തിന്റെ ഓടങ്ങളെയും ചുഴലിയെ നീ തടയണമേ. മാതാവേ, ദേശനിധിക്കുള്ള പ്രവേശനം മൂലം ദൈവം ഞങ്ങൾക്ക് കരുണയും പാപമോചനവും, രോഗികൾക്ക് സൗഖ്യവും, ഞെരുക്കിത്തിരിക്കുന്നവർക്ക് ആശ്വാസം, അകലെ പോയിരിക്കുന്നവർക്ക് വിഘ്നം കൂടാതിരിച്ചു നൽകുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭക്തന്മാരെ, ചിലർക്കുള്ള നീതമായ നോഹ തന്നോടുകൂടെ പെട്ടകത്തിനകത്ത് പ്രവേശിച്ച ജീവജന്തുക്കളെ അതിന്റെ വിമർശന പ്രകാരം നിങ്ങൾ ലോകത്തെ ചുറ്റിയിരിക്കുന്ന തിരുമാലകളിൽ നിന്നും ചുഴലിനെ മറിച്ചുകൊള്ളണമേ. നിന്റെ സ്വഭാവമുള്ളവരെ സ്മരിച്ചു. നിന്റെ ശ്രേഷ്ഠമായ നാമം താഴ്വീടെ പൊഴുത്തുവിട്ടിരിക്കുന്നു. നിന്റെ യജമാന വിശ്വാസ നടപടികളെ കണ്ട് നിന്റെ ഓർമ്മയെ ബഹുമാനിച്ച് ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. പരമാർത്ഥത്തിൽ സ്നേഹിക്കുന്ന നിർമ്മലനായിരിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങൾക്കെല്ലാം ഇപ്പോഴും നിർമ്മല ഹൃദയത്തെ തരണമേ. നിനക്ക് ഇഷ്ടമില്ലാത്ത വൃദ്ധവിചാരങ്ങളെയും ദുഷ്ടവിചാരങ്ങളെ ഞങ്ങൾ നീക്കിക്കളയണമേ. കർത്താവേ, കളന് നീ തുറന്നുകൊടുത്ത പ്രകാരം നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കും തുറന്നു തരണമേ. ചുങ്കക്കാരന്റെ പാപനെ സ്ത്രീയുടെ അനുതാപത്തെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ അനുതാപത്തെയും കൈക്കൊള്ളണമേ. മാനസാന്തരപ്പെട്ട് തന്റെ അടുക്കിലേക്ക് വരുന്ന അനുതാപക്കാരിൽ പ്രീതിപ്പെടുന്ന കരുണാസമ്പൂർണ്ണായിരിക്കുന്ന കർത്താവേ, നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞതിന്റെ ശേഷം ശൗമോനെ നീ പുണ്യപ്പെടുത്ത പ്രകാരം ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും പരിഹരിക്കണമേ. നിന്റെ മുഖപക്ഷമില്ലാത്തതിനെ ഓർത്ത കുറ്റകാരെ ഞങ്ങൾ ഏറ്റുനിൽക്കുന്നു. ഭയങ്കരമേറെ കണക്ക് പുസ്തകങ്ങൾ തീർക്കപ്പെട്ട് ഞങ്ങളുടെ കുറ്റങ്ങൾ വായിക്കപ്പെടുന്ന സമയത്ത് നിന്റെ കൃപാപരപ്പെട്ട് പുണ്യപ്പെടുത്തുന്ന നിന്റെ വിശുദ്ധ ശരീരത്തെയും രക്തത്തെയും അനുഭവിച്ചിട്ടുള്ള വിശ്വാസികളായ മരിച്ചവരെ കുറിച്ച് നല്ല സ്മരണയുണ്ടാകുമാറാകണമേ. കർത്താവേ, നിന്റെ മാലാഖമാരുടെ കൂടെ മഹത്വത്തിൽ നീ വരുമ്പോൾ ഞങ്ങളുടെ മരിച്ചുപോയവർ മുഖപ്രസാദത്തോടുകൂടെ നിന്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ ദൈവത്വത്തെ സ്തുതിക്കുമാറാകണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടക്കരുത്.
നിന്റെ മനത്താനങ്ങളുടെ മരണം മാഞ്ഞു പോകാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് ഞങ്ങളിലേക്ക് നിന്നെ ഇറക്കി കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണം. കർത്താവിന്റെ ബഹുമാനന്റെ സ്ഥാനം വാഴ്ത്തപ്പെട്ടതാവുന്നു. കർത്താവിന്റെ ബഹുമാനന്റെ സ്ഥാനം വാഴ്ത്തപ്പെട്ടതാവുന്നു. കർത്താവിന്റെ ബഹുമാനന്റെ സ്ഥാനം വാഴ്ത്തപ്പെട്ടതാവുന്നു. മഹത്വമുള്ളവനാകുന്നു. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഒരു ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യശക്തിയും മഹത്വവും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരം നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്ന് ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഈ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകപരിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റുപറഞ്ഞ മരിച്ചവരുടെ കൽപ്പനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. വചനമേ നിന്നിലുദിച്ചോരേകസുതേ ഞങ്ങളിൽ നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള പ്രാർത്ഥന നീർമേ ബഹുമാനി പരിശുദ്ധന്മാരെ പ്രാർത്ഥിപ്പിങ്കർത്താവോട അടികളെയും തൻ കോപത്തെ വടികളെയുമായി Barakmor Gurelai Son Gurelai Son Gurelai Son Moranes Raham Elain Subhalokumoran Subhalokumoran Subhalokusaralolam Barakumor Barakmor Sargasnaya ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. രാജ്യശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകളും നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വിരളമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ പറയാമേ ഈ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴേണ്ട ഒരണ സമയത്തും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവാസവും ഇന്ന് ഇവിടെ നടക്കുവന്ന എല്ലാ ചടങ്ങിനോടുകൂടെ പ്രത്യേകിച്ച് മണവാളിനോടുകൂടെ മണവാട്ടിയോടുകൂടെയും തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന വിവാഹത്തോടുകൂടെയും എല്ലാ രംഗങ്ങളും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന പാർക്കുമ്പോൾ കർത്താവിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും
അവിടുന്ന് ഞങ്ങൾ നൽകിയിട്ടുള്ള ആഹാരത്തിന് കരുണയെ കൃപയോർത്ത് എന്നെ ശ്രദ്ധിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അമ്മേ. വീട്ടുകാർക്ക് വേണ്ടി പണിയുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. लड़के और लड़के कहाँ से आया है रे तू, प्यारा है शक्ल से अकल का मारा है रे तू। लड़के और लड़के कहाँ से आया है रे तू, प्यारा है शक्ल से अकल का मारा है रे तू। हाँ चल गई मेरी बातों से तू चल गई, हाँ खल गई तुझे खल गई मेरी बेपरवाही खल गई। ओ धरवा तू किस खेत की मूली है जरा पता। टीवी पे ब्रेकिंग न्यूज हर मेरा घाघरा है, बगदाद से लेके दिल्ली आगरा। टीवी पे ब्रेकिंग न्यूज हर मेरा घाघरा है, बगदाद से लेके दिल्ली आगरा। बड़ा बेशर्म है तू तो लिखा है बड़ा, ये कमर नजर पता उमर देखो बेरुखी पे कैसे अटका है पड़ा। ढल गई तू शाम की तरह ढल गई, हाँ खल गई तुझे खल गई मेरी बेपरवाही खल गई। मोहतरमा तू किस खेत की मूली है जरा पता। मतलब की बकवास तेरा घाघरा, बगदाद हो या हो दिल्ली आगरा। टीवी पे ब्रेकिंग न्यूज हर मेरा घाघरा, बगदाद से लेके दिल्ली आगरा। हर मेरा घाघरा, मेरा घाघरा, घाघरा। हर मेरा घाघरा, मैं नशा खता इतर रज़ल ऐसे बन रहा है जैसे कोई तोप है। मैं मजा सजा रजा जुआ होपलेस है तो फिर भी थोड़ी होप है। ढल गई आफत की तरह ढल गई, हाँ खल गई तुझे खल गई मेरी बेपरवाही खल गई। मोहतरमा तू किस खेत की मूली है जरा पता। उड़ती फिरती अफवाह तेरा घाघरा, बगदाद हो या हो दिल्ली आगरा। ഇന്ന് നമ്മുടെ ചിക്കുവിന്റെ മധുരം വെപ്പാണ്. ആദ്യമായിട്ട് നമുക്ക് ഡാൻസ് പെർഫോമൻസ് കാണാം.
ഇല്ല, സംഗീതത്തെ കൊല്ലാൻ സമ്മതിക്കില്ല. ഒരു 10 പേര് മുന്നോട്ട് വരാവോ? എന്ന സ്ഥലമില്ല, 6 പേര് മുന്നോട്ട് വരാവോ? ഒരു 6 പേര് നമ്മുടെ ഫാമിലിയിൽ നിന്ന് മുന്നോട്ട് വരാവോ? ഞാൻ തുടക്കമിടുക. Let's welcome Jimin George onto the stage. നമ്മുടെ മൂത്തവനായ ഞാനെ ക്ഷണിക്കുന്നു. ഞാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി കുഞ്ഞേട്ടായി വേദിയിലേക്ക് കടന്നു വരിക. Elders Joy onto the stage, please. എല്ലാവരും കൈയ്യടി കൊടുക്കൂ. ഇനി 5 പേരും കൂടെ ആവശ്യമുണ്ട്. നോബിൾ അലിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തു. നോബിളയിലില്ലാതെ ഞങ്ങൾക്കൊരു ആഘോഷമില്ല. ഇനി ഞാൻ ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ കസേരകളി പോലത്തെ ഒരു ഗെയിമാണ്. അല്ല, കസേരകളി അല്ല. നമ്മള് ആദ്യം മ്യൂസിക് ഓൺ ചെയ്യും. എല്ലാരും ഓടണം. ഇരിക്കണേന് മുന്നേ ആക്ച്വലി നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് എന്ന് പറയും. അപ്പൊ ഓഡിയൻസിന്റെ അടുത്തുനിന്ന് പോയി ആദ്യം ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇവർ തിരിച്ചു വന്നിരിക്കണം. കേക്കോ? ലിപ്സ്റ്റിക് പറയുന്നില്ല. ലിപ്സ്റ്റിക് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. 6 പേരും 5 കസേരയേ ഉള്ളൂ. അപ്പൊ ഓരോ റൗണ്ടിലും ഓരോരുത്തർ ഔട്ട് ആവും. അല്ല, 6 കസേര പാടില്ല, ഒരാളോട് ഇട്ട് മാറ്റി. ഓഡിയൻസിന് ഇവരെ ഹെൽപ്പും ചെയ്യാം, ഹെൽപ്പ് ചെയ്യാതെ ഇരിക്കാം. നിങ്ങൾക്ക് ഇവരോടുള്ള വ്യക്തി വൈരാഗ്യവും സ്നേഹവും വെച്ചിട്ട് എന്ത് വേണം ചെയ്യാം. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക.
നമ്മുടെ കുക്കുമോൻ തമ്മിലുള്ള ഒരിഞ്ഞ പോരാട്ടമാണ്. ഒരു എല്ലാവർക്കും സ്നേഹം മാത്രം. ചിക്കുവിനെ കുറിച്ചുള്ള ഓർമ്മകളും സ്നേഹവും എല്ലാം പറയാനുള്ള ഒരു അവസരമാണ്. ആരും പേര് വിളിക്കുന്നില്ല, ഓരോരുത്തരായിട്ട് വരിക. ആദ്യം പാച്ചു പറയും. ഹലോ ഞാനിതിനെപ്പറ്റി ഞാനിപ്പോ എന്താ പറയാ, ബാല്യകാലം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ബാല്യകാലം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങള് ഫുൾ ടൈം ഫൈറ്റ് ആണ്, അത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. പിന്നെന്താ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചിക്കുനെ പിന്നെ പ്രത്യേകിച്ച് ചിക്കുനെ കുറിച്ച് ആരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം അവന്റെ സ്വഭാവവും. നല്ലൊരു പയ്യനാണെന്നും നിഷ്കളങ്കനും അല്ല കുറച്ചുകൂടെ പറയാം. ചിക്കുനെ കുറിച്ച് കുറച്ച് അധികം ഇവിടെ പറയാണ്ട്. ചിക്കുവും ഞാനും 3 മാസത്തെ ഗ്യാപ്പിനാണ് പ്ലാവടയിലേക്ക് ജനിച്ചു വളർന്നത്. ജനിച്ച് വീണത്. ഒരു കുടുംബത്തിലെ 2 മക്കളായിട്ടാണ് ഞങ്ങൾ ജനിച്ചത്. ഞാൻ ഇമോഷണലാവുമ്പോ ഒരേ ബാഗിട്ട് ഒരുപോലത്തെ വാട്ടർ ബോട്ടില് എല്ലായിട്ടാണ് ഞങ്ങൾ LKG തൊട്ട് സ്കൂളിൽ പോയത്. ചിക്കുവിനെ കുറിച്ച് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ആക്ച്വലി സ്നേഹത്തിന് ഞാൻ വിറയ്ക്കുന്നു. സ്നേഹത്തിന് സ്നേഹവും വഴക്കിന് വഴക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് മെമ്മറീസ് പറയാനുണ്ട്. നമ്മള് കോനാട്ടേക്ക് പോണ വഴിക്ക് റബ്ബർ തോട്ടത്തിൽ നിന്ന് പിച്ചോ മാന്തോ ഇടിക്കലും ആടി ഈടിയും ഒക്കെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നല്ല മെമ്മറീസും ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും സത്യസന്ധനായിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നു ചിക്കു. 8ാം ക്ലാസ്സില് മാത്സിന്റെ ടെസ്റ്റ് പേപ്പർ ഇട്ടപ്പോ 15ൽ 15 കിട്ടി ചിക്കുവിന്. ചിക്കു കണക്ക് പിന്നെ കൂട്ടി നോക്കി. എന്നിട്ട് ടീച്ചറോട് പറഞ്ഞു 14 ഉള്ളൂ, ടീച്ചർ വെട്ടി കുറക്കണം. അങ്ങനത്തെ ഒരു സത്യസന്ധനാണ് ചിക്കു. 10ാം ക്ലാസ്സില് സ്കറീസാറ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പേരൻസിനെ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് വരണം, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ, സോഷ്യൽ സയൻസ്. സാറ് പെട്ടെന്ന് ഒരു ദിവസം ചോദിച്ചു എല്ലാവരും സൈൻ ചെയ്ത് കാണിക്കാൻ. ഞാനൊക്കെ മമ്മിയുടെ സൈൻ കിട്ടും മിസ് ചെയ്യുന്നു. ചിക്കു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാറിനോട്, സാറെ ഞാൻ വായിച്ചില്ല, പപ്പ വീട്ടിലുണ്ട്, ഞാൻ സൈക്കിൾ എവിടെ പോയി വായിച്ച് കേൾപ്പിച്ച് സൈൻ ചെയ്തിട്ട് വരാമെന്ന്. അങ്ങനത്തെ ഒരു സത്യസന്ധനാണ് ചിക്കു. ചിക്കുവിനെ കുറിച്ച് ഒരുപാട് ഇതുപോലെ മെമ്മറീസും നല്ല മെമ്മറീസും അടി ഇടി ഒക്കെ ഉണ്ട്. ചിക്കു ആക്ച്വലി ഭയങ്കര പാവ ഒരു കൊച്ചായിരുന്നു. ഞാൻ ഇച്ചിരി കുശുമ്പിയായിരുന്നു. പിന്നെ ഞങ്ങൾ 10th കഴിഞ്ഞപ്പോൾ 2 സ്കൂളായി. കുറച്ച് നാളെ പെടങ്ങിയിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ 2 രാജ്യത്താണ്. ചിക്കു എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബ്രദർ മാത്രമല്ല,
ഫ്രണ്ടാണ്. അതിപ്പോ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിലും ഒരു പ്രേമം ഉണ്ടെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലും ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചാലും അപ്പൊ ചിക്കുവിന് പോയി ഞങ്ങൾ മെസ്സേജ് അയക്കും. ചിക്കു പറയും പ്രാർത്ഥിക്കാം. അപ്പൊ ഞങ്ങളുടെ പ്ലാവടയിലെ എല്ലാ പെങ്ങന്മാരെയും, ചിക്കു മാത്രമല്ല കുക്കുവാണെങ്കിലും കുഞ്ഞാട്ടയാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഞങ്ങളുടെ ബ്രദർ ആൻഡ് ബെസ്റ്റ് ഫ്രണ്ടാണ് ചിക്കു. പിന്നെ വഴക്കിന്റെ കാര്യം പറയണ്ടല്ലോ. ആക്ച്വലി ഞാൻ ഭയങ്കര കുശിമ്പയാണെങ്കിൽ ചിക്കു എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിലെ കാര്യങ്ങൾ കുറ്റം പറയുമ്പോൾ ചിക്കു അതൊന്നും കുഴപ്പമില്ല, അവളുടെ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഭയങ്കര സ്നേഹമാണ് ചിക്കുവിന്. എനിക്കിപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞിപ്പോൾ ഒരുപാടായെന്നറിയാം. എന്താ പറയണ എന്താ എനിക്ക് കൂടുതൽ അറിയുന്നില്ല. ഐ ലവ് യു സോ മച്ച് ഉമ്മ. Baby PC Pravdil on to the stage please. ഫാമിലിക്ക് വേണ്ടി പ്രത്യേകം നന്ദി കടപ്പാടും പറയുന്നു. ചിക്കു ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ 9 മാർക്ക് മേടിച്ചാൽ, ചിക്കുവിന് 9 മാർക്ക് കിട്ടിയാൽ ചിഞ്ചുവിന് എപ്പോഴും ചിഞ്ചുവിന് എപ്പോഴും കൂടുതൽ കിട്ടണം എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് എൻ്റെ കുഞ്ഞ്. എപ്പോഴും അത് പുള്ളിക്ക് 10ാം ക്ലാസ്സിൽ ചിഞ്ചുവിനേക്കാളും ഒരു A+ കുറവായിരുന്നു. അതിൻ്റെ കുറവ് മേടിച്ചോന്നാണ് എനിക്ക് തോന്നണേ. അതിൽ ചിഞ്ചുവിനേക്കാളും ഉയർന്ന പഠിക്കും, വിദ്യാഭ്യാസവും കഴിവും പള്ളിയിലും എല്ലാ കാര്യങ്ങളിലും. പള്ളിയിലെന്ന് വെച്ചാൽ ഞങ്ങൾ തെറുപ്പള്ളി പള്ളിയിൽ അന്ന് അങ്കമാലി ഭദ്രാസന ഒരു തിരുമേനി വന്നിട്ട് പറഞ്ഞു, അത് ഏതായി കപ്പേരി ഇറക്കണ്ടെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ അത്രയ്ക്കും നല്ല കഴിവും വായനയും അതിൻ്റെ ആ സൗണ്ട് ഒരു തിരുമേനിൻ്റെ സൗണ്ടാണ്. ഞങ്ങളൊരു അച്ഛനാക്കണം എന്നൊക്കെ ധരിച്ചിരുന്ന അതൊക്കെ പുള്ളി പോയി. അത് സാരമൊന്നുമില്ല, ദൈവം നടത്തി വരട്ടെ. നന്ദി, നമസ്കാരം. ഇനി ഒരു അച്ഛനായിക്കോളും, പള്ളിയിലെ അച്ഛനല്ല എന്ന് മാത്രമേ ഉള്ളൂ.